രാജ്യത്തെ ഏറ്റവും വലിയ സിനിമ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. കോവിഡിന് ശേഷം ബോളിവുഡ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ സമയം തന്നെ ദക്ഷിണേന്ത്യൻ സിനിമകൾ അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയും ഹിന്ദി ബെൽറ്റിൽ തങ്ങളുടെ പവർ പുറത്തെടുക്കുകയും ചെയ്തു. പാൻ ഇന്ത്യൻ റിലീസുകളിലേക്ക് ദക്ഷിണേന്ത്യയിലെ ബിഗ് ബജറ്റ് സിനിമകൾ മാറുന്നതിനാണ് കഴിഞ്ഞ വർഷങ്ങൾ ഇന്ത്യൻ സിനിമ സാക്ഷിയായത്. ബോളിവുഡിൽ തന്നെ ബാഹുബലിയും KGF-ഉം പുഷ്പയും ലിയോയും ജയിലറും പോലുള്ള ചിത്രങ്ങൾ വമ്പൻ വിജയങ്ങൾ നേടുകയും ചെയ്തു. എന്നാൽ തകർന്നുവെന്ന് എല്ലാവരും പറഞ്ഞിട്ട് നിന്ന് ഉയർത്തെഴുന്നേറ്റിൻ്റെ ചരിത്രമാണ് 2023 ബോളിവുഡിന് പറയാനുള്ളത്. പത്താൻ, ഗദ്ദർ 2, ടൈഗർ 3, അനിമൽ, ജവാൻ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസ് കത്തിച്ച് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ നട്ടെല്ലായി. അതിലെ ആദ്യത്തെ പേര് ഷാറൂഖ് എന്ന് തന്നെയാണ്. കിങ് ഖാൻ്റെ ചിറകിലേറിയാണ് ബോളിവുഡ് അതിൻ്റെ തിരിച്ചുവരവിൻ്റെ കാഹളം മുഴക്കിയത്. ഒന്നല്ല 2000 കോടിയാണ് 2 ഷാറൂഖ് ചിത്രങ്ങൾ മാത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. അതായത് ബോളിവുഡ് ചരിത്രത്തിൽ 1997 ശേഷമുള്ള ഏറ്റവും മികച്ച വർഷമായി 2023 അടയാളപ്പെടുത്തിയെന്നതാണ് ശ്രദ്ധേയം. 2023 ബോളിവുഡിൽ നിന്ന് ബോക്സ് ഓഫീസ് ഭരിച്ച 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് എളുപ്പത്തിൽ നോക്കിയാലോ. ജവാൻ 1162 കോടി, പഠാൻ 1052 കോടി, അനിമൽ ഇതുവരെ 900 കോടി, ഗദ്ദർ 2 686 കോടി, ടൈഗർ 3 464 കോടി, ആദി പുരുഷ് 393 കോടി, റോക്കി ഓർ റാണി കി പ്രേം കഹാനി 357 കോടി, ഓ മൈ ഗോഡ് 2 221 കോടി, ദി കേരള സ്റ്റോറി 302 കോടി, തൂ ജൂത്തി മേ മക്കർ 223 കോടി. തകർന്നു കിടന്നിരുന്ന ഒരു ഇൻഡസ്ട്രിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പറന്നവൻ്റെ പേരാണ് അയാൾക്ക്. ഇന്ത്യൻ സിനിമയുടെ ഒരേ ഒരു രാജാവ്, കിങ് ഖാൻ ഷാറൂഖ് ഖാൻ. 2010-നും 2023-നും ഇടയിൽ 12 സിനിമകളാണ് ഷാറൂഖ് നായകനായി എത്തിയത്. ഇതിൽ 2013 പുറത്തിറങ്ങിയ ചെന്നൈ എക്സ്പ്രസ് എന്ന ഒറ്റ ചിത്രം മാത്രമാണ് ബ്ലോക്ക് ബസ്റ്റർ ആയത്. മോശം തിരക്കഥയും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം നിന്നില്ല എന്ന ആക്ഷേപവുമാണ് ഈ കാലയളവിൽ കിങ് ഖാൻ കേട്ടത്. വലിയ ഫ്ലോപ്പായ സീറോയ്ക്ക് ശേഷം 4 വർഷം ഷാറൂഖ് നായകനായുള്ള ഒറ്റ ചിത്രം പോലും തിയേറ്ററിലെത്തിയില്ല. ഇതിനിടയിൽ മകൻ ആര്യൻ ഖാൻ്റെ ലഹരിക്കേസടക്കം വ്യക്തിജീവിതത്തിലും പ്രതിസന്ധികളുടെ കാലം. എന്നാൽ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തി. എന്നാൽ അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. കൃത്യം 3 മാസത്തിന് ശേഷം ബോക്സ് ഓഫീസിന് തീയിട്ട് അയാൾ വീണ്ടും വന്നു. അതുകൊണ്ട് നിർത്തിയോ? വർഷം അവസാനിക്കാനിരിക്കെ അടുത്ത ചിത്രവുമായി പിന്നെയും വന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവ് നടത്തിയ SRK എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും. കഴിഞ്ഞ വർഷവും 3 ചിത്രങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. റോക്കറ്റ്രി, ബ്രഹ്മാസ്ത്ര, ലാൽ സിംഗ് ചദ്ദ എന്നീ ചിത്രങ്ങളിൽ അതിഥി താരമായാണ് ഷാറൂഖ് എത്തിയത്. വരാനിരിക്കുന്ന വർഷം തൻ്റേതാണെന്നതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ. 1995 ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയിൽ അഭിനയിക്കുമ്പോൾ തനിക്കൊരു മുഴുനീള ആക്ഷൻ ചിത്രം ചെയ്യണമെന്ന് ഷാറൂഖ് ആദിത്യ ചോപ്രയോട് പറഞ്ഞിരുന്നു. 2023 പത്താൻ നിർമ്മിച്ച് ആദിത്യ ചോപ്ര അന്നത്തെ ആ പറച്ചിലിന് മറുപടി നൽകി. 2022 ഡിസംബർ 12-നാണ് പഠാനിലെ ആദ്യ ഗാനം റിലീസ് ചെയ്യുന്നത്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിലെ ഗാനം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു. എന്നാൽ മറുഭാഗത്ത് പഠാനെ കാത്തിരുന്നതാകട്ടെ വിവാദങ്ങളുടെ വേലിയേറ്റവും. പഠാനിലൂടെ ബോളിവുഡ് സിനിമാ വ്യവസായം പ്രതിസന്ധികൾ മറികടന്ന് തിരിച്ചുവരുന്ന പ്രതീക്ഷയിലായിരുന്നു ഏവരും. എന്നാൽ ഗാനരംഗത്ത് ദീപിക ധരിച്ച കാവ്യ ബിക്കിനി ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചു. ബോളിവുഡിനെ നിരാശയിലാഴ്ത്തി വിവാദങ്ങളും ബഹിഷ്കരണാഹ്വാനങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഷാറൂഖിനെ നേരിൽ കണ്ടാൽ കൊല്ലുമെന്ന് ഭീഷണികൾ ഉയർന്നു. ശേഷക്രിയകൾ വരെ നടത്തി. എന്നാൽ ഇത്തരം കോലാഹലങ്ങളെ സൈഡാക്കി അഡ്വാൻസ് ബുക്കിംഗ് മുതൽ പഠാൻ കുതിച്ചു കയറി. വർഷങ്ങൾക്ക് ശേഷം എത്തിയ കിങ് ഖാൻ ചിത്രം കാണാൻ ജനപ്രവാഹവും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി. പ്രവൃത്തി ദിനത്തിലാണ് റിലീസ് ചെയ്തതെങ്കിലും ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ബോളിവുഡ് ചിത്രമായി പഠാൻ അന്ന് മാറി. 55 കോടിയായിരുന്നു ആദ്യ ദിന നെറ്റ് കളക്ഷൻ. 53 കോടിയിലേറെ നേടിയ KGF 2-വിൻ്റെ ഹിന്ദി റെക്കോർഡാണ് SRK തകർത്തെറിഞ്ഞത്. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ മാത്രം സ്വന്തമായിരുന്ന ബോളിവുഡിനെ പഴയ പ്രതാപത്തിലേക്ക് ഷാറൂഖ് തിരിച്ചെത്തിച്ചു. രാജ്യം വീണപ്പോൾ രാജാവ് യോദ്ധാവായി മാറിയ നിമിഷം, വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ച നിമിഷം. പഠാൻ്റെ വിജയം ഷാറൂഖിൻ്റെത് മാത്രമായിരുന്നില്ല, ബോളിവുഡിൻ്റെയും കൂടിയായിരുന്നു. ബോളിവുഡിലെ ഒരു സൂപ്പർ താരം ചൈനയിലല്ലാതെ 1000 കോടി നേടുന്നത് ആദ്യമായാണ്. 2 തവണ നേടിയ ഒരു താരം പോലും ഇന്ത്യയിലില്ല. പഠാനായിരുന്നു ഈ നേട്ടം കൈവരിച്ച ആദ്യ ചിത്രം. എന്നാൽ ജവാൻ ഇതിലും വലിയ കളക്ഷൻ സ്വന്തമാക്കിയതോടെ ബോളിവുഡ് അമ്പരക്കുകയായിരുന്നു. ഉത്തരേന്ത്യയിലെ സിംഗിൾ സ്ക്രീനുകളിൽ സൽമാൻ ഖാനോളം ആളക്കൂട്ടിയ താരങ്ങൾ അധികമുണ്ടാവില്ല. വലിയ വിജയമായി ടൈഗർ 3 മാറുന്നതിനാണ് 2023 സാക്ഷ്യം വഹിച്ചത്. 464 കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ആകെ നേടിയത്.
ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ 100 കോടി കളക്ഷൻ ലഭിച്ച സിനിമയിൽ അഭിനയിച്ച താരമെന്ന റെക്കോർഡ് സൽമാൻ ഖാന്റെ പേരിലാണ്. അതിലൊരു പൊൻതൂവൽ കൂടി ചാർത്തി കൊടുക്കുകയായിരുന്നു ടൈഗർ 3. 100 കോടി ക്ലബിൽ കയറുന്ന സൽമാൻ ഖാന്റെ തുടർച്ചയായ 17ാമത് ചിത്രവുമാണ് ടൈഗർ 3. 2010 ദബാങ് എന്ന ചിത്രത്തിലൂടെയാണ് സൽമാൻ ഖാൻ 100 കോടി ക്ലബിൽ ആദ്യമായി കയറുന്നത്. ടൈഗർ 3 സൽമാൻ ഖാന്റെയും കത്രീന കൈഫിന്റെയും ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനുള്ള ചിത്രമായി മാറുകയും ചെയ്തു. ഇതുകൂടാതെ ടൈഗർ ഫ്രാഞ്ചൈസിയിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗും ഈ ചിത്രത്തിന് ലഭിച്ചു. പഠാനിലെ ഷാറുഖ് സൽമാന്റെ കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വർഷം കുറേയായില്ലേ നമുക്ക് നിർത്തേണ്ടതെന്ന്. ഈ സീനിന്റെ മീമെടുത്ത് രൺബീറിന്റെ അനിമലിലെ കഥാപാത്രത്തെ വെച്ച ട്രോൾ കാർഡുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അതായത് ഖാൻ ത്രയം അവസാനിച്ചാലും ബോളിവുഡിന്റെ ബോക്സ് ഓഫീസിനെ കത്തിക്കാനുള്ള സ്റ്റെപ്പുള്ള ആക്ടറാണ് രൺബീർ എന്നതാണ് അത്. അത്രയ്ക്കാണ് അനിമലിൻ്റെയും രൺബീറിൻ്റെയും ബോക്സ് ഓഫീസ് വിളയാട്ടം. മെഗാ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് സന്ദീപ് റെഡ്ഡിയുടെ ഈ ആൽഫ മെയിൽ നായകനും സിനിമയും. 2023 ബോളിവുഡിലെ 4ാമത്തെ 500 കോടിയായി അനിമൽ മാറുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് മാത്രം ഇന്ത്യയിൽ നിന്ന് 131 കോടി രൂപയാണ് ചിത്രം നേടിയത്. ആദ്യ ദിനം തന്നെ പഠാൻ, ടൈഗർ 3, ഗദ്ദർ 2 എന്നീ ചിത്രങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകളാണ് അനിമൽ തകർത്തെറിഞ്ഞത്. 2001 പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായ ഗദ്ദർ ഏക് പ്രേം കഥയുടെ 2ാം ഭാഗമാണ് ഗദ്ദർ 2. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു കാലത്തെ പവർ സ്റ്റാർ തൻ്റെ ഹിറ്റ് ചിത്രത്തിൻ്റെ 2ാം ഭാഗമായി എത്തിയപ്പോൾ ആദ്യം ചിത്രം വാങ്ങാൻ പോലും ആളെ കിട്ടിയിരുന്നില്ല. 80 കോടി രൂപ മുതൽ മുടക്കിലെടുത്ത ചിത്രത്തിൽ അണിയർ പ്രവർത്തകർക്കും നായകനും പ്രതീക്ഷയുണ്ടായിരുന്നു. ചിത്രം തിയേറ്ററിലെത്താൻ കാത്തിരുന്ന സിനിമാ പ്രേമികൾ ഉണ്ടായിരുന്നു എന്നതാണ് ആദ്യ ദിവസം മുതൽ തിയേറ്ററിൽ കണ്ട ജനക്കൂട്ടം. സണ്ണി ഡിയോളിൻ്റെ ആ പഞ്ചിൽ ബോക്സ് ഓഫീസ് തകർന്ന് തരിപ്പണമായി. ഏറ്റവും വേഗത്തിൽ 500 കോടി ക്ലബിലെത്തുകയും ചെയ്തു. ജവാൻ അത് തകർത്തെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് ഗദ്ദർ 2 2023 നേടിയത്. ആലിയ ഭട്ട്, രൺബീർ സിംഗ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച റോക്കി റാണി ഓർ പ്രേം കഹാനി 300 കോടിക്ക് മുകളിൽ നേടുകയും തങ്ങളുടെ താരമൂല്യത്തിന് തെല്ലും കുറവ് വന്നിട്ടില്ലെന്നും തെളിയിച്ച വർഷം കൂടിയായിരുന്നു 2023. കരൺ ജോഹർ സംവിധാനം ചെയ്ത ചിത്രം യുവാക്കളാണ് ഏറ്റെടുത്തത്. തുടർ പരാജയങ്ങൾക്കും തിരിച്ചടികൾക്കും ശേഷം അക്ഷയ് കുമാറിനെയും ബോക്സ് ഓഫീസ് 2023 അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഓ മൈ ഗോഡ് 2 തരക്കേടില്ലാത്ത പ്രതികരണം നേടാനായി. പരാജയമായിരുന്നെങ്കിലും ബോളിവുഡിൻ്റെ ബോക്സ് ഓഫീസ് കുലുക്കത്തിന് തങ്ങളുടെ സംഭാവന നൽകാൻ ആദ്യ പുരുഷനും കിസിക ഭായിജാനും കഴിഞ്ഞിട്ടുണ്ട്. വിദ്വേഷം കുത്തിനിറച്ച് വിവാദങ്ങളുണ്ടാക്കിയ കേരള സ്റ്റോറിയും കോടി ക്ലബിൽ കയറി 2023 ബോളിവുഡിൻ്റെ രക്ഷക്കെത്തി. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടന്റിൽ, ക്വാളിറ്റിയിൽ ലോക സിനിമകൾക്ക് ഒപ്പം വയ്ക്കാവുന്ന തരത്തിലേക്കാണ് അതിൻ്റെ മാറ്റം. ഓരോ വർഷവും 20ലധികം ഭാഷകളിലായി 1500ലധികം സിനിമകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. 1.4 ബില്യൺ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഹോളിവുഡ് സിനിമകൾ ആധിപത്യം സ്ഥാപിക്കാൻ പാടുപെടുന്ന ലോകത്തിലെ ഏക സ്വതന്ത്ര വിപണി. ഇന്ത്യൻ സിനിമയുടെ വരുമാനത്തിൻ്റെ 85% പ്രാദേശിക ഉള്ളടക്കത്തിൽ നിന്നാണ്, പ്രധാനമായും ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നിവിടങ്ങളിൽ നിന്ന്. സിനിമകളുടെ ജയപരാജയങ്ങൾ എല്ലായ്പ്പോഴും പ്രവചനാതീതമാണ്. വലിയ പ്രതീക്ഷയോടെ റിലീസ് ചെയ്യപ്പെടുന്ന ചലച്ചിത്രങ്ങൾ വമ്പൻ പരാജയങ്ങളും യാതൊരു പ്രതീക്ഷയും നൽകാതെ എത്തുന്ന ചില ചിത്രങ്ങൾ വലിയ വിജയങ്ങളുമാവുന്നത് സിനിമാ ലോകത്ത് സാധാരണ സംഭവിക്കുന്നതാണ്. ഒന്ന് പതറിപ്പോയെങ്കിലും ബോളിവുഡ് അതിൻ്റെ അപ്രമാദിത്യം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഹിന്ദി സിനിമ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന കാലം കഴിഞ്ഞുപോയി. അതിനും അപ്പുറത്തേക്ക് ലോക സിനിമയുടെ പട്ടികയിലേക്ക് കണ്ടന്റ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ഭാഷകൾക്കതീതമായി ഇന്ത്യൻ സിനിമ എന്ന ലേബലിൽ ചിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. 2024 ചിലതെല്ലാം കാത്തുവച്ചിട്ടുണ്ട്.